ഇറാന് മുന്നിൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഒടുവിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള യുദ്ധം ഇനി തുടർന്നുകൊണ്ടു പോകാൻ സാധിക്കില്ലെന്ന് ഔദ്യോഗികമായി ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാനെതിരായ സൈനിക നീക്കങ്ങളിൽ നിന്ന് പിന്മാറാൻ ട്രംപ് ഇപ്പോൾ നിർബന്ധിതനായിരിക്കുകയാണ്. യുദ്ധത്തിൽ അമേരിക്കൻ സൈന്യത്തിന് നേരിടേണ്ടി വന്ന തിരിച്ചടികളുടെ പശ്ചാത്തലത്തിലാണ് ട്രംപ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇറാന്റെ കടുത്ത പ്രതിരോധം ഭയന്നാണ് ട്രംപ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് വിലയിരുത്തുന്നത്. ഇറാനിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് ഇനിയൊരു പ്രത്യേക ആണവ കരാറിന്റെയോ ഉടമ്പടിയുടെയോ ആവശ്യമില്ലെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് ട്രംപ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. ഇറാന് മുന്നിൽ അടിയറവ് പറഞ്ഞുവെന്ന നാണക്കേട് വരാതെയിരിക്കാൻ വളഞ്ഞു മൂക്കിൽ പിടിക്കുന്ന ശൈലിയാണ് ട്രംപ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ ആണവമോഹങ്ങളെ എന്നേക്കുമായി തകർക്കാൻ തനിക്ക് സാധിച്ചുവെന്നും ലക്ഷ്യം കൈവരിച്ച സ്ഥിതിക്ക് ഉടൻ തന്നെ അമേരിക്കൻ സൈന്യം അവിടെ നിന്നും മടങ്ങുമെന്നുമാണ് ട്രംപിന്റെ പ്രഖ്യാപനം. പഴയ തീവ്രവാദ നിലപാടുകളിൽ നിന്നും മാറി ചിന്തിക്കുന്ന, കൂടുതൽ യുക്തിസഹമായി കാര്യങ്ങളെ കാണുന്ന ഒരു പുതിയ ഭരണകൂടമാണ് ഇപ്പോൾ അവിടെയുള്ളതെന്നാണ് ട്രംപ് പറയുന്നത്. ഇറാനിൽ ഇതിനോടകം തന്നെ ഭരണമാറ്റം അഥവാ റെജിം ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞുവെന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഞങ്ങളൊരു ഭരണകൂടത്തെ പുറത്താക്കി, രണ്ടാമത്തെ ഭരണകൂടത്തെയും തകർത്തു. ഇപ്പോൾ അവിടെയുള്ളവർ തികച്ചും വ്യത്യസ്തരാണ്. അവർ കൂടുതൽ യുക്തിയോടെ കാര്യങ്ങളെ കാണുന്നു എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. അമേരിക്കയുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമായിരുന്ന ഇറാന്റെ ആണവായുധ നിർമ്മാണം ഇനി നടക്കില്ലെന്ന് ഉറപ്പുവരുത്താൻ സാധിച്ചതാണ് വലിയ വിജയമായി അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നത്. ട്രംപിന്റെ അവകാശവാദങ്ങൾക്കപ്പുറം പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ നൽകുന്നത് മറ്റൊരു ചിത്രമാണ്. ഇറാന്റെ മിസൈൽ കരുത്തിന് മുന്നിൽ അമേരിക്കൻ സൈന്യത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. ഇറാനിൽ ഭരണമാറ്റം ഉണ്ടായെന്നും പുതിയ ഭരണകൂടം തങ്ങളോട് സഹകരിക്കുന്നുവെന്നും ട്രംപ് പറയുന്നുണ്ടെങ്കിലും ഇറാന്റെ പരമാധികാരത്തിന് മേൽ കടന്നുകയറാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കടത്ത് തടസ്സപ്പെടില്ലെന്നാണ് ആഗോള വിപണിയോട് ട്രംപ് പറയുന്നത്. ചൈനയോ ഫ്രാൻസോ പോലുള്ള രാജ്യങ്ങൾക്ക് അവരുടെ കപ്പലുകൾ സുരക്ഷിതമായി അവിടെ കൂടി കൊണ്ടുപോകാം. അമേരിക്ക ഇനി അവിടെ കാവൽ നിൽക്കേണ്ട കാര്യമില്ല. അവർക്ക് സ്വന്തം സുരക്ഷ നോക്കാൻ അറിയാം. നമ്മുടെ ലക്ഷ്യം പൂർത്തിയായി. ഇനി ബാക്കിയുള്ളവർക്ക് അവിടെ വന്ന് ഇന്ധനം നിറച്ചു പോകാം. അമേരിക്കൻ സൈന്യം അവിടെ നിന്ന് മാറുന്നതുകൊണ്ട് കടലിടുക്കിലെ സുരക്ഷയെ ബാധിക്കില്ലെന്നും കൂടി ട്രംപ് പറയുന്നുണ്ട്. ഹോർമൂസിലും പയറ്റിയ കളികളൊക്കെ പാളിപ്പോയ നിമിഷത്തിൽ അവിടെയും നിലനിൽപ്പ് തൃശങ്കൂലാണെന്ന് മനസ്സിലായി പിൻവാങ്ങുന്ന സാഹചര്യത്തിലേക്കാണ് ട്രംപ് എത്തി നിൽക്കുന്നത്. അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം ഇറാൻ ആണവായുധം കൈവശപ്പെടുത്തുന്നത് തടയുക എന്നതായിരുന്നു. ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ തനിക്ക് സാധിച്ചുവെന്നും ഇറാൻ ഇനി ഒരു ആണവായുധം നിർമ്മിക്കാൻ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കൻ സൈന്യം ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചും ട്രംപ് വിശദീകരണം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ മിസൈൽ നിർമ്മാണശാലകൾ വലിയ തോതിൽ തകർത്തതായി ട്രംപ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. B-2 ബോംബറുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണങ്ങളിലൂടെ ഇറാന്റെ ആണവമോഹങ്ങളെ വർഷങ്ങൾ പിന്നിലേക്ക് തള്ളാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞുവെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഞങ്ങൾ അവരുടെ പാലങ്ങളും സൈനിക കേന്ദ്രങ്ങളും തകർത്തു. അവർക്ക് ഇനി ഒരു നാവികസേനയോ വ്യോമസേനയോ ഇല്ല. അവരുടെ ആശയവിനിമയ സംവിധാനങ്ങളും വിമാന വിരുദ്ധ സംവിധാനങ്ങളും പൂർണ്ണമായും ഇല്ലാതാക്കി. അവർ ഇനിയൊരു സൈന്യം കെട്ടിപ്പടുക്കണമെങ്കിൽ ചുരുങ്ങിയത് 15 മുതൽ 20 വർഷം വരെ എടുക്കുമെന്നൊക്കെയാണ് ട്രംപിന്റെ വാദങ്ങൾ. അമേരിക്കൻ ജനത നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും ട്രംപ് മറുപടി നൽകി. ഗ്യാസ് വില വർധനവ് അമേരിക്കക്കാരെ ബാധിക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം അദ്ദേഹം അംഗീകരിച്ചു. എന്നാൽ ഇറാനിൽ നിന്നുള്ള സൈനിക പിന്മാറ്റത്തോടെ ഗ്യാസ് വില കുത്തനെ താഴുമെന്നും ഓഹരി വിപണി റെക്കോർഡ് നേട്ടങ്ങൾ കൈവരിക്കുമെന്നുമാണ് ട്രംപിന്റെ വാഗ്ദാനം. എന്നാൽ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ട്രംപിന്റെ നയങ്ങൾക്കെതിരെ വലിയ ജനരോഷം ഉയരുന്നുണ്ട്. ഗ്യാസ് വില വർധനവും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം അമേരിക്കൻ ജനത വലയുകയാണ്. ഈ പ്രതിസന്ധി മറികടക്കാൻ ഇറാന്റെ മേൽ കുതിര കയറാനാണ് ട്രംപ് ശ്രമിച്ചത്. എന്നാൽ ഇറാന്റെ മിസൈൽ വിദ്യയും തന്ത്രപരമായ നീക്കങ്ങളും അമേരിക്കയെ പ്രതിരോധത്തിലാക്കി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തുവെന്നും മിസൈൽ ശാലകൾ ഇല്ലാതാക്കിയെന്നുമുള്ള ട്രംപിന്റെ അവകാശവാദങ്ങൾ വെറും പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണെന്നാണ് ഇറാന്റെ പക്ഷം. തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോഴും ശക്തമാണെന്നും അമേരിക്കയുടെ ഏതൊരു നീക്കത്തെയും നേരിടാൻ തയ്യാറാണെന്നും ഇറാൻ ആവർത്തിച്ചു. അമേരിക്കയ്ക്കുള്ളിലെ സുരക്ഷാ ഭീഷണികളെക്കുറിച്ചും ഡ്രോൺ ആക്രമണങ്ങളെക്കുറിച്ചും ട്രംപിനോട് ചോദ്യങ്ങൾ ഉയർന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് മുകളിൽ അജ്ഞാത ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടുന്നത് വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. എന്നാൽ ഇത്തരം ഡ്രോണുകളെ നേരിടാൻ അത്യാധുനിക ലേസർ സാങ്കേതികവിദ്യ അമേരിക്കയുടെ പക്കലുണ്ടെന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്കൻ മണ്ണിൽ പോലും സുരക്ഷാ ഭീഷണി ഉയർത്താൻ ഇറാന്റെ സാങ്കേതികവിദ്യയ്ക്ക് കഴിയുന്നു എന്നത് വാഷിംഗ്ടണിനെ വിറപ്പിക്കുന്നുണ്ട്. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് മുകളിൽ അജ്ഞാത ഡ്രോണുകൾ വട്ടമിട്ട് പറക്കുന്നത് ട്രംപിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ലേസർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇവയെ തകർക്കുമെന്ന് ട്രംപ് വീമ്പിളക്കുമ്പോഴും അത്യാധുനികമായ ഈ ഡ്രോണുകൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടെത്താൻ പോലും ലോകശക്തി എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് അമേരിക്കൻ പ്രതിരോധ രംഗത്തെ പാളിച്ചയാണ് വ്യക്തമാക്കുന്നത്. ഇതിനിടെ അമേരിക്കൻ ടെക് ഭീമന്മാരായ ഗൂഗിളിനും ആപ്പിളിനും എതിരെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നറിയിപ്പ് നൽകിയത് അമേരിക്കയെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ നേതാക്കൾക്കെതിരെയുള്ള നീക്കങ്ങൾ തുടർന്നാൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് ഇറാന്റെ നിലപാട്. എന്നാൽ ഈ ഭീഷണിയെ ട്രംപ് പരിഹസിച്ചാണ് തള്ളിക്കളയുന്നത്. ചുരുക്കത്തിൽ ഇറാനെ തകർക്കാൻ പുറപ്പെട്ട അമേരിക്ക ഇപ്പോൾ
സ്വന്തം സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും ഓർത്ത് പിൻവാങ്ങുകയാണ്. ഇറാന്റെ സൈനിക കരുത്തിനോ മനക്കരുത്തിനോ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല എന്ന് വ്യക്തമായതോടെയാണ് ദൗത്യം പൂർത്തിയായി എന്ന പേരിൽ ട്രംപ് സൈന്യത്തെ പിൻവലിക്കുന്നത്. ഒരു കരാറിനും ഇറാൻ തയ്യാറല്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് അമേരിക്കയെ ഈ പിന്മാറ്റത്തിന് പ്രേരിപ്പിച്ചത്. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ആധിപത്യം അവസാനിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ഇറാന്റെ രാഷ്ട്രീയവും സൈനികവുമായ വിജയം കൂടിയായി ഇതിനെ കാണാവുന്നതാണ്. അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ സ്വന്തം നിലപാടിൽ ഉറച്ചുനിന്ന ഇറാൻ ആഗോള രാഷ്ട്രീയത്തിൽ തങ്ങളുടെ കരുത്ത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്.